ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ഈ ഒരു സംഭവം പണ്ട് നമ്മുടെ ഇയർബഡിൽ വേണമെങ്കിലേ 2000 അല്ലെങ്കിൽ 2500 രൂപയ്ക്ക് മുകളിൽ നമ്മൾ ചിലവാക്കണമായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് 1500 മുകളിലും 2000 താഴെയും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു കറണ്ട് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ 1500 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഒരു ANC ഉള്ള ഇയർബഡ്. കാരണം വേറൊന്നുമല്ല, ഇപ്പോഴത്തെ ആ ഒരു കോമ്പറ്റീഷനും അതുപോലെ തന്നെ ബ്രാൻഡുകളുടെ ആ ഒരു വിലക്കുറവൊക്കെ തന്നെയാണ്. പൊതുവെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇയർബഡ് നമ്മൾ വാങ്ങിക്കാൻ നോക്കുന്നെങ്കിൽ ഭയങ്കര മഹാ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളായിരുന്നു ഇറക്കിയെങ്കിൽ ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡിലാണ് ഓരോ ഇയർബഡുകളും അവർ ഇറക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോൾട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും 1500-നുള്ളിലുമായിട്ടുള്ളൊരു ANC ഇയർബഡ് ആയിട്ടുള്ള X60 വിശേഷങ്ങളാണ്. ഉറപ്പായിട്ടും ഈ വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 1500 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ANC ഇയർബഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു X60 വാങ്ങിച്ചാൽ വട്ട് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ മനസ്സിലാകുന്നത്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു X60 നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ 1299 ഞാൻ വാങ്ങിച്ചെങ്കിൽ പോലും അതിനേക്കാളും കാശ് വെച്ചിട്ട് ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. ജസ്റ്റ് അൺബോക്സ്ഡ് പീസ് ആണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഉറപ്പായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും അങ്ങോട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ, കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾട്ട് ഓഡിയോ എയർബേസ് X60. എന്നാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ ആണ്. അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസ് വളരെ കുറവാണ്. ഏറ്റവും മുന്നിലായിട്ട് ബോൾട്ടിന്റെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ അടിയിലായിട്ടൊരു ഗ്രേഡിയൻ ടെക്സ്ചർ ഉണ്ട്. അതിനും അടിയിലായിട്ട് നമുക്ക് 4 LED ഇൻഡിക്കേറ്റർ കാണാം. ഈ LED ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ്, കേസിന്റെ ബാറ്ററി പെർസെൻറ്റേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. 25, 50, 75, 100. കൂടാതെ തൊട്ട് അതിനും അടിയിലായിട്ട് നമുക്കൊരു ടൈപ്പ് സി പോർട്ടും കാണാം. അപ് ടു 30 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ആ ഒരു ടോട്ടൽ പ്ലേ ടൈം വിത്തൗട്ട് ANC. എന്നാൽ നമ്മൾ ANC ഓൺ ആക്കുകയാണെങ്കിൽ അങ്ങോട്ട് 26 hours പോകും. ഉറപ്പായിട്ടും ഒരു 60 to 70% കേട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും അങ്ങോട്ട് പ്ലേ ടൈം കുറയാൻ ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതിൽ ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 150 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നുണ്ട്. കൂടാതെ 5V1A അതായത് 5 wattsന്റെ അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. 5 wattsന്റെ അഡാപ്റ്റർ വെച്ച് ചാർജ് ചെയ്യുമ്പോൾ പോലും നമുക്ക് 45 മിനിറ്റ് മതി 100% ഇത് ചാർജ് ആകാനായിട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ 5 wattsന്റെ ഇല്ലെങ്കിൽ ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ 10 watts യൂസ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഇനി ഇയർബഡുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു കേസിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അവിടെ ഒന്നും വലിയ പ്രശ്നമില്ല. 1500 രൂപയ്ക്കുള്ളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്ന് പറയാം. ഇനി കേസ് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരെടുക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവുകയെ. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡുകൾ കാണാൻ പറ്റുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ബ്ലാക്ക് കളറാണ്, ഇതല്ലാണ്ട് ബ്ലൂവിലും അവൈലബിൾ ആണ്. ഏതിനാണെങ്കിലും ഞാൻ പറഞ്ഞ ഒരു റേറ്റ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ബ്ലാക്ക് ആണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്, പേഴ്സണലി ഇഷ്ടപ്പെട്ട്, അതുകൊണ്ടാണ് ഇത് അങ്ങോട്ട് വാങ്ങിച്ചത്. പിറകിൽ നോക്കുവാണെങ്കിൽ മൈക്ക് കാണാം, അതുപോലെ തന്നെ ബോൾട്ടിന്റെ ലോഗോ ഉണ്ട്. ഈ ഒരു ബോൾട്ടിന്റെ ലോഗോയുടെ ഭാഗത്താണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. കൂടാതെ ആ ഒരു ഗ്രേഡിയൻ ടെക്സ്ചർ ഉണ്ട്. ഏറ്റവും അടിയിലായിട്ട് LED ഇൻഡിക്കേറ്റർ കാണാം. മറു സൈഡിൽ നോക്കുവാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും ഒരു മൈക്ക് നമുക്ക് കാണാം. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് കേട്ടോ ഈ 2 ഇയർബഡുകളും ലഭ്യമാകാം. എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഇയർബഡുകളിലുണ്ട്, അല്ലെങ്കിൽ എത്ര മണിക്കൂർ നമുക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടും, ഇതൊന്നും തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഉറപ്പായിട്ടും ഒരു 7 to 8 hours കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ബോൾട്ടിന്റെ ലോഗോയുടെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിലൊന്നും വേറൊരു സംശയമില്ല. ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. വലുതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങോട്ട് നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ആഡ് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. എവിടെ നോക്കിയാലും ആഡാണെന്നുള്ളതാണ്, അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഇപ്പോൾ എല്ലാം നമുക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ആഡ് കണ്ട് സഹിക്കേണ്ടി വരും. എന്തായാലും ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. കൂടാതെ വലുതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അപ്പ് ആവും, ഇടതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ട വോളിയം ഡൗൺ ആവും. കൂടാതെ വലുതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള ഒരു അപ് ടു 30 dB ANC മോഡ് ഓൺ ആവുന്നത്. ഇതിനകത്ത് പറയും ANC മോഡ് ഓൺ ആയി എന്നുള്ളത്. വീണ്ടും നമ്മൾ അങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ട്രാൻസ്പെറൻസി മോഡിലോട്ട് അങ്ങോട്ട് പോകും. വീണ്ടും നമ്മൾ അതേപോലെ അങ്ങോട്ട് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു ANC ഓഫ് ആവുന്നത്. കൂടാതെ ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആ ഒരു വോയിസ് അസിസ്റ്റൻസ് അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നതാണ്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഇത് വെക്കുമ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നിങ്ങൾ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് സംസാരിക്കുക, മൂവീസ് കാണുമ്പോഴത്തേക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നെങ്കിൽ നോ പ്രോബ്ലം. വലുതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള 30 dB
ANC അങ്ങോട്ട് ഓൺ ആവുന്നതാണ്. അതങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര വലിയ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ നമുക്ക് എല്ലാം നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC കോഡക്ക് മാത്രമാണുള്ളത്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ SBC AAC കോഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല, SBC കോഡൊക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 100% ചില പാട്ടുകൾ എന്നുള്ള മിക്ക പാട്ടുകൾ ഇടുമ്പോഴത്തേക്കും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ. കുറേ ആൾക്കാർ അതിനകത്ത് തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും റേറ്റിംഗിൽ ബേസ് ഭയങ്കര കുറവാണ്, അല്ലെങ്കിൽ മ്യൂസിക് ക്വാളിറ്റി കുറവാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടാണ്. ഇപ്പോൾ 100% നമ്മൾ പാട്ടുകൾ ഇടുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. എന്നാൽ നിങ്ങളൊരു 80 to 80%, മാക്സിമം 90% കേട്ട് നോക്കൂ, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് പാട്ടുകൾ കേൾക്കാൻ പറ്റും. ബേസ് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ കേട്ട് നോക്കിയെടുത്തോളം എന്താ പറയുക, നല്ല ഡോമിനേറ്റഡ് ആണ്. ഒരിക്കലും അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ നമ്മൾ ഇതിനകത്ത് വെച്ച് കേൾക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ഇതെൻ്റെ എടുത്ത് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. 90ാമത്തെ ഇയർബഡ് ആണ്. അതായത് TWSൽ 90ാമത്തെ സാധനമാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയണത്. ഭയങ്കര രീതിക്ക് കുറ്റം പറയേണ്ട ഒരു ആവശ്യവും ഇതിനകത്തില്ല. എന്തുകൊണ്ടാണ് റേറ്റിംഗ് ഭയങ്കര രീതിക്ക് ഡീഗ്രേഡ് ചെയ്തെന്ന് അറിയത്തില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയ്ക്കുള്ളാണ് നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്ക് വെറും 1300 രൂപയ്ക്കാണ് ഒരു ANC ഉള്ള ഇയർബഡ് ഇടുന്നത്. വേറെ എവിടെ കിട്ടും? അല്ലെങ്കിൽ പീട്രോണിന് പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പേര് ഞാൻ വിട്ടു, 911 ആണെന്ന് തോന്നുന്നു. 1500 രൂപയ്ക്ക് നമുക്ക് ഓഫർ സമയത്ത് കിട്ടുമായിരുന്നു. നോർമൽ റേറ്റിൽ 1800 സംതിങ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ANCയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫാർ ബെറ്റർ ആണ് ഈ ഒരു സംഭവം. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് അപ് ടു 30 dB ആണ്. പൊതുവേ നമുക്കൊരു ANC നോക്കുമ്പോഴത്തേക്ക് അപ് ടു 25 dB ആണ് കാണുന്നത്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് 30 ഉണ്ട്. പിന്നെ 25 ആയാലും 30 ആയാലും ഇതൊക്കെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ANC എക്സ്പീരിയൻസ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ നമുക്കത് യൂസ്ഫുൾ ആവുന്നുള്ളതിൽ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മ്യൂസിക് ക്വാളിറ്റി എന്നാലും ഈ റേറ്റിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു 85-90 അത്രയിൽ കേൾക്കുവാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളായിക്കോട്ടെ, അതല്ല എന്താ പറയുക നമ്മുടെ വോക്കൽ ഡോമിനേറ്റഡ് ഉള്ള പാട്ടുകളായിട്ട് എല്ലാം തന്നെ നല്ല രീതിക്ക് എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചു. വേറെ ഒരു പ്രശ്നമില്ലാണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ വേണമെങ്കിലും കൊണ്ടുപോകാം ഒരു 20 to 25 മിനിറ്റ്സ് വരെ. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇതിന് 1 വർഷം വാറണ്ടി ഉണ്ട്. കൂടാതെ 3 മാസം ഒരു എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. അതായത് നമുക്ക് 15 മാസം ഉണ്ട്. എങ്കിൽ പോലും വാട്ടർ ഡാമേജിന് ഒരു വാറണ്ടി ക്ലെയിം ചെയ്ത് എടുത്തില്ല. പിന്നെ പഴയ പോലെ ഒന്നുമല്ല, ബോൾട്ടിന് അത്യാവശ്യം നല്ല രീതിക്ക് സർവീസ് ഒക്കെ ഉണ്ട്. കാരണം ഡയറക്റ്റ് അങ്ങോട്ട് അവരുടെ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചക്കകത്ത് പുതിയ സാധനം നമ്മൾ സബ്മിറ്റ് ചെയ്യുക, ഒരാഴ്ചക്കകത്ത് പുതിയ സാധനം നമ്മുടെ വീട്ടിലെത്തുന്നതാണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതങ്ങനെ വാങ്ങിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ 45ms ആ ഒരു ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ആ ഒരു കോമ്പാക്ട് മോഡ് ഇതുപോലുള്ള, അതായത് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം വർക്കൗട്ട് ആവും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊന്നുമല്ല, ഞാൻ ഈ ഒരു ഫയർ ചെയ്തിട്ടേ ഓട്ടോയിലിട്ട് ഫയർ ചെയ്തിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഭയങ്കര വലിയ ഡിലേ ഒന്നും ഇല്ലല്ലേ. സിംഗിൾ ടാപ്പിൽ കണ്ട അറിയുന്നുകൂടിയില്ല. കൊള്ളാം. ഒന്നുകൂടി ഓട്ടോ ഇട്ട് കാണിച്ചു തരാം. കോമ്പാക്ട് മോഡ് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 45ms ആണെങ്കിലും എന്താ പറയുക ഭയങ്കര വലിയ ഡിലേ ഒന്നും എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ചിലപ്പോൾ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിപ്പോൾ 45 എന്നുള്ളല്ല 40 ആയാലും എത്ര MS കുറഞ്ഞാണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഡിലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോർമൽ പ്ലേയേഴ്സിന് കളിച്ചങ്ങോട്ട് പോകാം. എന്നാൽ പ്രോ പ്ലെയർ ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള എന്താ പറയുക ബ്ലൂടൂത്ത് ഗെയിമിംഗ് ഇയർബഡുകൾ വാങ്ങിക്കാണ്ട് നേരെ അങ്ങോട്ട് ഒരു വയേർഡ് ഇയർഫോൺ വാങ്ങിച്ചിട്ട് കളിക്കുക. അതാണ് കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിനകത്തെ കോമ്പാക്ട് മോഡ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് സ്വിച്ച് ഓവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ് വലിയ ബോധമല്ല, എന്നാൽ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലിപ്സിങ്ക് ഇഷ്യൂ വരുമ്പോഴത്തേക്ക് മറ്റുള്ള മോഡലുകളിലാണെങ്കിൽ നമ്മൾ ഗെയിമിംഗ് മോഡ് ഓൺ ആക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നമില്ല. ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് സ്വിച്ച് ഓവർ ചെയ്യുന്നുണ്ട് തന്നെ ആ ഒരു ലിപ്സിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോൾട്ട് ഓഡിയോ എയർബേസ് X60 കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1499 അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓഫർ റേറ്റിൽ കിട്ടുന്ന ആ ഒരു 1299 നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഭയങ്കര ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല, അതായത് ഭയങ്കര ബേസ് ലെവൽ അല്ല,
പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ബേസ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബേസ് ഉണ്ട്. ഒരു 80 to 90% മാത്രമാണ് നിങ്ങൾ പാട്ട് കേൾക്കുന്നത്. അങ്ങനെയുള്ള ആൾക്ക് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഈ റേറ്റിന് സത്യം തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതിലും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ മൈക്ക് ക്വാളിറ്റി, കോട്ട് മൈക്ക് വിത്ത് ഇയൻസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞു, ആ ഒരു കോൾ ക്വാളിറ്റി മതി. പിന്നെ ഗെയിമിംഗ്, നമ്മൾ അത്യാവശ്യം ഒരു നോർമൽ പ്ലെയർ ആണ് എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ വലിയ തെറ്റില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. കൂടാതെ എടുത്തു പറയേണ്ട സംഭവമായിരുന്നു ANC നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം. ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. 1299 രൂപയ്ക്ക് പ്രത്യേകിച്ച് ഇതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ X60 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻറ്റായിട്ട് ഇടുക. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഇതിന് മുന്നേ ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്തത് അതിൻ്റെയും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ഇടണം. കാരണം അത് രണ്ടും കമ്പയർ ആണല്ലോ നമുക്ക് എപ്പോഴും വേണം പറയാൻ പറ്റുക. ഒരു പ്രോഡക്റ്റ് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇത് കൊള്ളാമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മറ്റൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് രണ്ട് പ്രോഡക്റ്റുകളുടെയും ആ ഒരു കമ്പാരിസൺ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്. 1290 ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ. ഇനി അതല്ല 990 കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും കേട്ടോ, അതിൽ വേറൊരു സംശയമില്ല. ആ സമയത്ത് 990 അല്ലെങ്കിലും 1090 ഉറപ്പായിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം ഒരു ANC പ്രോഡക്റ്റ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ X60ൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും അടുത്ത് തന്നെ മറ്റൊരു വീഡിയോ ഉണ്ട്, ട്രൂക്കിൻ്റെ A1. അതും ഒരു ANC പ്രോഡക്റ്റ് ആണ്, up to 30 dB ആണ്. അതിലും 1290 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കാണാനും പറ്റും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാവേ X60 ആണ് അതല്ല നമ്മുടെ A1 ആണോ കുറച്ചും കൂടി ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.